പുറത്തുനിന്ന് പുട്ടുപൊടിയൊന്നും മേടിക്കാതെ വീട്ടിലുള്ള ഗോതമ്പൊടി വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ പുട്ടിന് നനച്ചെടുത്താലോ. അപ്പോൾ അതാ ഒരു മിക്സിയൊക്കെ എടുത്ത് അപ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഗോതമ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇത് തുറന്നു നോക്കിയിട്ട് വെള്ളം ഇനിയും വേണോ എന്ന് നമ്മൾ നോക്കണം. തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കറക്കിയെടുക്കാം. എന്നിട്ട് ഇത് തുറന്നു നോക്കുമ്പോഴത്തേക്കിന് ഇത് റെഡി ആയോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. തൊട്ട് നോക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ഇനി റെഡി ആയില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ എനിക്ക് റെഡിയായി. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതാക്കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിത് പുട്ടുകുറ്റിയിൽ ആവിയിൽ പുഴുങ്ങിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ. അപ്പോൾ ഇങ്ങനെയാണോ പുട്ടിന് നനച്ച് വെക്കുന്നത്, അതോ കൈ കൊണ്ട് ഗോതമ്പൊടി നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണെങ്കിലും കമൻറ്റിൽ പറയണേ. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പമാണ്.